ഇനിയും നിങ്ങളോട് ഞാൻ ആ രഹസ്യം മറച്ചു വെക്കുന്നില്ല. ഞാൻ ഇത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പോരാടിയതും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ജനങ്ങളെ ഉദ്ബുദ്ധരാക്കിയതുമെല്ലാം എനിക്ക് 2026 തിരുവല്ല സീറ്റ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ടാണ്. ആ സത്യം ഞാൻ എങ്ങനെ മറച്ചു വെക്കും? അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, ഇപ്പം പലപ്പോഴും ഈ രാഷ്ട്രീയക്കാരോട് ചോദിച്ചാൽ അങ്ങനെയാണല്ലോ പറയുക, അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി എനിക്ക് ഉത്തരവാദിത്തങ്ങൾ തന്നാൽ ഞാൻ എങ്ങനെ ഒളിച്ചോടും? ജനസേവനത്തിന് വേണ്ടിയാണ് ഞാൻ യഥാർത്ഥത്തിൽ മത്സരിക്കുന്നത്. പുരുഷന്മാർക്ക് വേണ്ടി രാഹുൽ ഈശ്വർ മാത്രമേ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് സ്ഥാനാർത്ഥി മോഹമൊന്നുമില്ല, എനിക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ താല്പര്യമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ നിർബന്ധം, പാർട്ടിയുടെയും സുഹൃത്തുക്കളുടെയും നിർബന്ധത്തിന് വഴങ്ങി അവസാനം ഞാൻ ഒരു സ്ഥാനാർത്ഥിയായി 2026 തിരുവല്ലയിൽ ഇലക്ഷൻ മത്സരിക്കുകയാണ്. ഇത് വാർത്തയാക്കി കൊടുക്കരുതേ. അങ്ങനെ ഒരു വാർത്ത വന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇനി ഇതൊരു വാർത്തയാക്കി കൊടുക്കരുത്, രാഹുൽ ഈശ്വർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് കൊടുക്കരുത്. അപ്പൊ അങ്ങനെ വൈറ്റ് സ്വാൻ എന്ന് പറയുന്ന വളരെ പ്രമുഖമായ ഒരു ഡിജിറ്റൽ മീഡിയയിൽ വന്ന വാർത്തയാണ്. അത് ഞാനൊന്ന് കേൾപ്പിക്കാം. സമീപകാലത്ത് കേരളത്തിൽ കോൺഗ്രസ് വീണിരിക്കുന്ന വിവാദങ്ങൾ വളരെ വലുതാണ്. യുവ MLA-യും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ കോൺഗ്രസിനെ ആകെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. കോൺഗ്രസിനായി ഇപ്പോഴത്തെ വിവാദങ്ങളിൽ പ്രതിരോധം തീർക്കുവാൻ പ്രമുഖ നേതാക്കൾ ആരും തന്നെ രംഗത്ത് വന്നിരുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും രാഹുലിനെ ന്യായീകരിക്കുവാൻ പരസ്യമായി ആരും വന്നിരുന്നില്ല. എന്നാൽ എല്ലാവരും എതിരായപ്പോഴും രാഹുലിന് വേണ്ടി നിരന്തരം വാദിച്ചത് രാഹുൽ ഈശ്വറായിരുന്നു. നിരത്തിയുള്ള രാഹുൽ ഈശ്വറിന്റെ വെളിപ്പെടുത്തലുകൾ മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ചെറുതായെങ്കിലും ആശ്വാസമായത്. അത് താങ്ക്സ് കേട്ടോ. എനിക്ക് ഈ സഹോദരിയുടെ പേരറിയില്ല. വൈറ്റ് സ്വാനും ഈ സഹോദരിക്കും ആ കാര്യത്തിൽ നന്ദി. അങ്ങനെ വസ്തുതകൾ നിരത്തി ശക്തമായി പറഞ്ഞു എന്ന് പറഞ്ഞതിന് അത് വലിയ നന്ദി. വൈറ്റ് സ്വാനും ഈ സുഹൃത്തിനും നന്ദിയുണ്ട്. മുൻപ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത പല വിഷയങ്ങളിലും വ്യത്യസ്തമായ നിലപാടുകളായിരുന്നു രാഹുൽ ഈശ്വർ സ്വീകരിച്ചിട്ടുള്ളത്. അതേ നിലയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലും രാഹുൽ ഈശ്വർ സ്വീകരിച്ച നിലപാട്. എല്ലാവരും തന്നെ വ്യക്തമായി എതിർക്കും എന്ന് ഉറപ്പുണ്ടായിട്ടും എന്തുകൊണ്ട് രാഹുൽ ഈശ്വർ കോൺഗ്രസിന്റെ സംരക്ഷകനായി എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണ് കോൺഗ്രസ്. അതിന് രാഹുൽ ഈശ്വറിന്റെ സംരക്ഷണമൊന്നും വേണ്ട. സത്യം എന്തോ അത് പറയുന്നു എന്നേ ഉള്ളൂ. ഇത് CPM-ലെ മുകേഷ് ചേട്ടന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, BJP-യിലെ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടന് ഞാൻ വേണ്ടി പറഞ്ഞില്ലേ, ഇവരെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ട് മാത്രമല്ല കേട്ടോ. ശ്രീ ദിലീപിന് വേണ്ടി പറഞ്ഞില്ലേ, ശ്രീ സിദ്ദിഖിന് വേണ്ടി പറഞ്ഞില്ലേ, ശ്രീ നിവിൻ പോളിക്ക് വേണ്ടി പറഞ്ഞില്ലേ, ശ്രീ വിജയബാബുവിന് വേണ്ടി പറഞ്ഞില്ലേ. ഇത് നമ്മൾ ആണുങ്ങളെ വേട്ടയാടുകയാണ്. ഇത് പറയുന്നതിന് രാഷ്ട്രീയമൊന്നുമില്ല. ഒരു കാലത്ത് പരിപൂർണമായും സംഘപരിവാറിന് വേണ്ടി വാദിച്ചിരുന്ന രാഹുൽ ഈശ്വർ സംഘപരിവാറിന് വേണ്ടിയല്ല, ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. ഇന്നലെയും ഇന്നും നാളെയും ഹിന്ദുത്വവാദി അല്ല. ഹിന്ദുവും ഹിന്ദുത്വവാദിയും രണ്ടാണ്. ഞാൻ ഹിന്ദുവാണ്, അഭിമാനിക്കുന്ന ഹിന്ദുവാണ്, മതസൗഹാർദ്ദത്തിലും ബഹുസ്വരതയിലും മഹാത്മാഗാന്ധിയിലും വിശ്വസിക്കുന്ന ഹിന്ദുവാണ്, ഹിന്ദുത്വവാദി അല്ല. സമീപകാലത്ത് തന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളിലടക്കം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അന്നും ഇന്നും എന്നും ഗാന്ധിയൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. പതിയെ കോൺഗ്രസിന്റെ വഴിയാണോ രാഹുലിന്റെ സഞ്ചാരം എന്നതാണ് ഏവരും നോക്കുന്നത്. പതിയെ കോൺഗ്രസിന്റെ വഴിയിൽ അല്ല. കോൺഗ്രസ്സുകാർ മഹാത്മാഗാന്ധിയുടെ പാതയിലേക്ക് തിരിച്ചു വരണം. അതായത് ഈ നെഹ്റൂവിയൻ സെക്കുലർ ലൈൻ വിട്ടിട്ട് ഗാന്ധിയൻ പ്ലൂറലിസ്റ്റ് ലൈൻ, അതായത് നെഹ്റൂവിയൻ മതേതരത്വ ലൈൻ വിട്ട് ഗാന്ധിയൻ ബഹുസ്വര ലൈനിൽ വരണം. അത് RSS-ഉം BJP-യും വരണം, കോൺഗ്രസും വരണം. കാര്യം ആ ഒരു ലൈനിലെ ഇന്ത്യ മഹാരാജ്യം നിലനിൽക്കുകയുള്ളൂ. ഈ രാജ്യത്തോടുള്ള എന്റെ സ്നേഹമാണ്, ഈ രാജ്യത്തോടുള്ള, മാതൃരാജ്യത്തോടുള്ള, ഇന്ത്യ മഹാരാജ്യത്തോടുള്ള സ്നേഹം കാരണം പറയുന്നതാണ്. തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ രാഹുലിനെതിരെ തെളിവുകൾ എവിടെയെന്ന് ചോദിക്കുന്ന രാഹുൽ ഈശ്വർ, തെളിവുകൾ ഉണ്ടെങ്കിൽ രാഹുലിനെതിരെ ശക്തമായി നടപടിയെടുക്കണമെന്നും തെളിവുകൾ വരുന്നതിന് മുൻപ് രാഹുലിനെ ക്രൂശിക്കണോ എന്നും ചോദിച്ചിരുന്നു. മുൻപ് പുരുഷന്മാർ അനാവശ്യ ആരോപണങ്ങൾ നേരിടുന്നു എന്ന് പറഞ്ഞു പുരുഷന്മാരുടെ സംരക്ഷണം ഏറ്റെടുത്ത രാഹുൽ ഈശ്വർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ ഒരു പുരുഷന്റെ സംരക്ഷണം ഏറ്റെടുക്കാനല്ല, എനിക്ക് നാളെ വന്നാൽ ഇത് തന്നെ സംഭവിക്കും. നമ്മളെ എല്ലാവരും ചവിട്ടി താഴ്ത്തിട്ട് പോവും. പണ്ട് സ്ത്രീകളും അച്ഛനമ്മമാരൊക്കെ പറയാറുണ്ടായിരുന്നു, വീട്ടിൽ പെൺമക്കൾ വളർന്നു വരികയാണ്, നമുക്ക് ടെൻഷനുണ്ട്. വീട്ടിൽ 2 ആൺമക്കൾ വളർന്നു വരികയാണ്, എനിക്ക് ടെൻഷനുണ്ട്. നാളെ അവർ ജീവിക്കുന്ന ലോകത്തിൽ ഈ ഫെമിനിസ്റ്റുകൾ അഴിഞ്ഞാടുന്ന ലോകമാകരുത്. ഈ ഫെമിനിസ്റ്റുകൾ നിയന്ത്രിക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ്, ഫെമിനിസ്റ്റ് എന്നുള്ള ഇഷ്ടം, അല്ലെങ്കിൽ ഫെമിനാസി, ഈ ഫെമിനാസികൾ വെറുതെ ഒരു വ്യാജ ആരോപണം ഉന്നയിച്ചാൽ നമ്മുടെ ഒന്നും ജീവിതം തകരരുത്. മാത്രമാണ് രാഹുൽ നൽകുന്നതെന്ന് ചിന്തിച്ചാൽ അങ്ങനെയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ ഒരു പിന്തുണ മാത്രമാണ് രാഹുൽ നൽകുന്നതെന്ന് ചിന്തിച്ചാൽ അങ്ങനെയല്ലെന്ന് പറയേണ്ടി വരും. ഇത് അവരുടെ തിയറിയാണ്. ഇതുവരെ പറഞ്ഞ എല്ലാ സത്യമാണ്. സമീപകാലത്ത് കോൺഗ്രസ് പാർട്ടിക്കാണ് പലപ്പോഴും രാഹുൽ വല്ലാതെ പിന്തുണ നൽകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ നരേന്ദ്രമോദിജി നല്ല ചെയ്തു, പുള്ളി അഭിനന്ദിക്കുന്നു. വോട്ട് ചോരിയിൽ രാഹുൽ ഗാന്ധി നല്ല ചെയ്തു, അതിനെ അഭിനന്ദിക്കുന്നു. ഇങ്ങനെയാണ് ബഹുഭൂരിപക്ഷം സാധാരണ ജനങ്ങളും. നരേന്ദ്രമോദി എന്റെ മാമനോ രാഹുൽ ഗാന്ധി എന്റെ ചേട്ടനോ ഒന്നും അല്ലല്ലോ.
ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇതിൽ ഒരിക്കലെങ്കിലും നേരിട്ട് കണ്ടിട്ടുള്ള നരേന്ദ്രമോദിജിയാണ്. പുള്ളിയുടെ ഒരു പരിപാടിയുടെ ഭാഗമായി 6 സ്പീക്കേഴ്സിനെ വിളിച്ചതിൽ ഒരു സ്പീക്കർ ഞാനായിരുന്നു. ഞാൻ ഇന്ന് പ്രസംഗിച്ചു. ദൂരെ നിന്ന് നരേന്ദ്രമോദി പോകുന്നത് കണ്ടു. സാധാരണക്കാരെ പോലെ ഞാനും നമ്മുടെ പ്രധാനമന്ത്രി പോകുന്നു, കൈ വീശി കാണിച്ചു. ഇതിനപ്പുറം എന്ത് ബന്ധമാണ്? ഇത് ഇരിക്കുന്ന നിങ്ങൾ കാണുന്ന ആളോട് നമ്മളുടെ 99% ആൾക്കാർ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ നരേന്ദ്രമോദിയോ രാഹുൽ ഗാന്ധിയോ നേരിട്ട് കാണൂ. ഇവരെ കുറിച്ചുള്ള ധാരണയും അറിവും അഭിപ്രായം എല്ലാം TV കണ്ടതും അല്ലെങ്കിൽ ലാപ്ടോപ്പിലും യൂട്യൂബിലും മൊബൈലിലും കണ്ടതല്ലേ ഉള്ളൂ. മോദിജി നല്ല ചെയ്താ മോദിജി നല്ല ചെയ്തെന്ന് പറയും. രാഹുൽ ഗാന്ധി നല്ല ചെയ്താ പുള്ളി നല്ല ചെയ്തെന്ന് പറയും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പാർട്ടിക്കാണ് പലപ്പോഴും രാഹുൽ വല്ലാതെ പിന്തുണ നൽകുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഈ പിന്തുണയെന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട്. അതായത് 2026 തെരഞ്ഞെടുപ്പ് എല്ലാ പാർട്ടികളെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ്. കോൺഗ്രസിനെയും UDF-നെയും സംബന്ധിച്ച് വരുന്ന തെരഞ്ഞെടുപ്പ് അതിജീവനത്തിന്റെ പോരാട്ടമാണ്. അങ്ങനെയുള്ള അതിജീവനത്തിന്റെ പോരാട്ടത്തിൽ ഏതു വിധേനയും വിജയക്കൊടി പാർപ്പിക്കേണ്ടത് കോൺഗ്രസിന്റെ അത്യാവശ്യമാണ്. അതിനുവേണ്ടി രാഷ്ട്രീയത്തിൽ നിന്നുള്ള ആളുകളെ മാത്രമായിരിക്കില്ല കോൺഗ്രസ് പരിഗണിക്കുക. അതിന് പുറമേ നിന്നുള്ള ആളുകളെ കോൺഗ്രസ് പരിഗണിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ രാഹുൽ ഈശ്വർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നതിനുള്ള സാധ്യതകൾ ഏതായാലും ഇപ്പോൾ തള്ളിക്കളയാൻ കഴിയില്ല. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല മണ്ഡലത്തിലാണ് രാഹുലിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത്. തിരുവല്ല താലൂക്കിൽ ഉൾപ്പെട്ട തിരുവല്ല മുനിസിപ്പാലിറ്റി, കടമ്പ്ര, കവിയൂർ, കുട്ടൂർ, നെടുമ്പ്രം, നിരണം, പെരിങ്ങര എന്നീ പഞ്ചായത്തുകളും മല്ലപ്പള്ളി താലൂക്കിൽ ഉൾപ്പെടുന്ന ആനിക്കാട്, കല്ലൂപ്പാറ, മല്ലപ്പള്ളി, പുരമറ്റം, കുന്നന്താന എന്നീ ഗ്രാമപഞ്ചായത്തുകൾ അടങ്ങിയതാണ്. ഈ മല്ലപ്പള്ളിയിൽ ഞാൻ 31-ാം തീയതി ഒരു പരിപാടിക്ക് പോകുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണെന്ന് പറയരുത്. അതായത് സെക്യുലറിലെ മാത്യു ടി തോമസ് ആണ് 2006 മുതൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. UDF-ൽ കേരള കോൺഗ്രസിനാണ് തിരുവല്ല മണ്ഡലം നിലവിൽ നൽകിയിട്ടുള്ളത്. എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിൽ നിന്നും അവരുടെ കൈവശമുള്ള പല മണ്ഡലങ്ങളും കോൺഗ്രസ് തിരിച്ചെടുക്കാൻ സാധ്യതകളുണ്ട്. അങ്ങനെ കോൺഗ്രസ് തിരിച്ചെടുക്കുവാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവല്ല. കോൺഗ്രസ് തിരുവല്ല ഏറ്റെടുത്താൽ മണ്ഡലം രാഹുൽ ഈശ്വറിന് നൽകുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിലെ എല്ലാവരും ഈ തീരുമാനത്തോട് യോജിക്കുമോ എന്നതിൽ സംശയങ്ങളുണ്ട്. കാരണം രാഹുൽ ഈശ്വർ പലപ്പോഴും പിന്തുടർന്ന തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ തീവ്ര ഹിന്ദുത്വമല്ല, ഹിന്ദുത്വ പോലും അല്ല. സോഫ്റ്റ് ഹിന്ദുത്വമുണ്ട്, തീവ്ര ഹിന്ദുത്വമുണ്ട്. സോഫ്റ്റ് ഹിന്ദുത്വമാണ് വീര സവർക്കർ അടക്കമുള്ള ആൾക്കാർ. തീവ്ര ഹിന്ദുത്വമാണ് ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെ അടക്കമുള്ള ആൾക്കാർ. ഞാൻ ഹിന്ദുവാണ്, ഹിന്ദുത്വത്തിനെതിരാണ്. കോൺഗ്രസിനുള്ളിലെ ഒരു ഹിന്ദുത്വത്തിന് മാത്രമല്ല ഇസ്ലാമിസ്റ്റിനും എതിരാണ്. ഇനി അത് പറഞ്ഞില്ലെങ്കിൽ അപ്പുറത്ത് കേൾക്കുന്ന നമ്മുടെ സംഘ സഹോദരങ്ങൾ പറയും, കണ്ടോ ഹിന്ദുത്വം മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെയല്ല, തീവ്ര ഹിന്ദുത്വത്തിനും തീവ്ര ഇസ്ലാമിസത്തിനും എതിരാണ്. നമുക്ക് ഹിന്ദുത്വവും വേണ്ട, ഇസ്ലാമിസവും വേണ്ട, ഹിന്ദുവും ഇസ്ലാമും വേണം, ക്രിസ്ത്യാനിറ്റിയും വേണം. വിഭാഗം എതിർപ്പുന്നയിക്കുന്നതിന് കാരണമാക്കാൻ സാധ്യതകളുണ്ട്. ഏതായാലും രാഹുൽ ഈശ്വറിന്റെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി സാധ്യതകൾ എവിടെയും ചർച്ചാ വിഷയമാണ്. എവിടെ ചർച്ചാ വിഷയമാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇനി എന്റെ മറുപടി അതിന് പറയാം. ഈ ആൾക്കാർക്ക് സംശയം തോന്നാതിരിക്കാൻ. സാധാരണ ഇങ്ങനെ ഒരു സാധനം വന്നാൽ ഇത് കുറച്ച് നേരം ചർച്ച ആയിക്കോട്ടെ, കുറച്ച് ഫ്ലോട്ട് ചെയ്യട്ടെ, എന്റെ പേര് 10 പേര് കേൾക്കട്ടെ, ചർച്ച ചെയ്യട്ടെ എന്നൊക്കെ വിചാരിക്കും. അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പാർട്ടിയും ജനങ്ങളും ഒരു ഉത്തരവാദിത്തം തന്നാൽ ഞാൻ എങ്ങനെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും? അത് അങ്ങനെ ഒളിച്ചോടാൻ ഞാൻ തയ്യാറല്ല. ജനങ്ങൾക്ക് വേണ്ടി ഞാൻ മത്സരിക്കും, പുരുഷന്മാർക്ക് വേണ്ടി ഞാൻ മത്സരിക്കും എന്നൊന്നും ഞാൻ പറയൂല. രാഷ്ട്രീയത്തിൽ എനിക്ക് താല്പര്യമില്ല. ക്ലിയർ ആയിട്ട് 100% സ്പെസിഫിക് ആയിട്ട് എലക്ഷനിൽ മത്സരിക്കാൻ എനിക്ക് താല്പര്യമില്ല. 2026 ഇലക്ഷൻ ഞാൻ മത്സരിക്കുന്നില്ല. വളരെ ക്ലിയർ ആയി, അസന്നിഗ്ധമായി, 1% പോലും, അതായത് 0.000000001% പോലും ഡൗട്ട് ഇല്ലാതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ 2026 ഇലക്ഷന് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല. ഇനി അത് പറയുന്നതിന്റെ അർത്ഥം അതിന്റെ അടുത്ത ഇലക്ഷൻ താല്പര്യമുണ്ടെന്ന അർത്ഥത്തിലല്ല. എന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാലേ, രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJP-ക്കാരും ഉണ്ട്. ഇവരാരും എന്തെങ്കിലും ലാഭം പ്രതീക്ഷിച്ചല്ല, എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയോ. നാളെ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുമ്പോഴും ഷാഫി പറമ്പിലിനെ കാണുമ്പോഴും എനിക്ക് എന്തെങ്കിലും ഉപകാരത്തിന് വേണ്ടിയിട്ടല്ല സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനെ വളഞ്ഞിട്ട് ചവിട്ടുകയാണ്, നിലത്ത് വീഴുന്നവനെ മാക്സിമം ചവിട്ടി ഇല്ലാതാക്കാൻ നോക്കുകയാണ്. അത് തെറ്റാണ്. നമ്മുടെ മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നാട്ടിൽ നിസ്വാർത്ഥമായി കാര്യങ്ങൾ പറയുന്ന ഒരുപാട് പേരുണ്ട്. നിസ്വാർത്ഥമായി, നിഷ്പക്ഷമായി, യാതൊരു ലാഭവും കാര്യവും ലഭിക്കാതെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ഈ ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ പറയും ദിലീപ് 1.5-2 കോടി രൂപ രാഹുൽ ഈശ്വറിന് സ്വന്തമല്ലേ. ദിലീപിന്റെ കാര്യത്തിൽ സത്യം പറയാൻ എന്തിനാ ദിലീപിന്റെ അത് കാശ് മേടിക്കുന്നത്? കള്ളം പറയാനായിരിക്കും കാശ് മേടിക്കുന്നത്. കള്ളം പറയാനും ഒരാൾക്കെതിരെ പ്രൊപ്പഗാൻഡ ഉന്നയിക്കാനും ദേഷ്യം തീർക്കാനും ആൾക്കാർ കാണും. ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ, സിദ്ദിഖിന്റെ കാര്യത്തിൽ, ശ്രീ സിദ്ദിഖിന്റെ കാര്യത്തിൽ, ശ്രീ വിജയബാബുവിന്റെ കാര്യത്തിൽ, ശ്രീ നിവിൻ പോളിയുടെ കാര്യത്തിൽ, ശ്രീ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ, ആരുടെങ്കിലും പേര് വിട്ടുവിട്ടണമെന്നറിയില്ല, അങ്ങനെ ഒരുപാട് പേരുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ശ്രീ വേടന്റെ കാര്യത്തിൽ, നമ്മുടെ നാട്ടിൽ സത്യം പറയാൻ താല്പര്യമുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. ആ സത്യത്തിന്റെ കൂടെ നിൽക്കണം. അതിന് കാശോ സീറ്റോ വോട്ടോ നോട്ടോ വോട്ട് ബാങ്കോ ഒന്നുമല്ല. നമുക്ക് പലപ്പോഴും യോജിക്കാത്തൊരു അഭിപ്രായം പറയുമ്പോൾ മറ്റെന്തെങ്കിലും താല്പര്യം കൊണ്ട് പറയുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നും അല്ല. ഈ നാട്ടിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ ഇസ്ലാമോഫോബിയ തെറ്റാന്ന് നമുക്ക് പറയണം.
ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുമ്പോൾ ശബരിമല യുവതികളെ കയറ്റാൻ നോക്കുമ്പോൾ തെറ്റാന്നൊക്കെ പറയാൻ കഴിയണം. നാളെ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ എന്തെങ്കിലും ഒരു പ്രൊപ്പഗാൻഡ അതുപോലെ വന്നാൽ തെറ്റാന്നൊക്കെ പറയാൻ കഴിയണം. ഇങ്ങനെയാണ് ബഹുഭൂരിപക്ഷം സാധാരണ ജനങ്ങളും. അത് പ്രത്യേകിച്ച് ഒരു ലാഭം ഉണ്ടായിട്ടല്ല, സത്യം പറയണമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. ഞാൻ രണ്ട് കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഒന്ന്, 100% സത്യമേ പറയൂ. ഏത് പൊതുകാര്യങ്ങളിൽ. വ്യക്തിപരമായി രാഹുൽ ഈശ്വർ ആരോടെങ്കിലും പഞ്ചാര അടിക്കാറുണ്ടോ, ഗേൾഫ്രണ്ട് ഉണ്ടോ ഒന്നും ചോദിച്ചാൽ ഞാൻ സത്യം പറയണമെന്നില്ല. ഉണ്ടെന്നല്ല അർത്ഥം, അത് എന്റെ വ്യക്തിപരമായ കാര്യമാണ്. പൊതു കാര്യങ്ങളിൽ 100% ഞാൻ സത്യം മാത്രമേ പറയൂ. ഏത് വിഷയത്തെക്കുറിച്ചും എന്നോട് ചോദിക്കാം. അത് ശബരിമല യുവതി പ്രവേശനമാണെങ്കിലും, വളഞ്ഞ വഴി യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ ശ്രമിച്ച കാര്യമാണെങ്കിലും, മകരവിളക്ക് മകരജ്യോതിയുടെ കാര്യമാണെങ്കിലും, ശശി തരൂർ ഭാര്യയെ കൊന്നുവന്ന വ്യാജ പ്രൊപ്പഗാൻഡ നമ്മുടെ വലതുപക്ഷ ചാനൽ കൊണ്ടുവന്നപ്പോഴാണെങ്കിലും, ശ്രീ ദിലീപിന്റെ കാര്യത്തിലാണെങ്കിലും, ശ്രീ സിദ്ദിഖിന്റെ കാര്യത്തിലാണെങ്കിലും, ശ്രീ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിലാണെങ്കിലും, എന്താ പറയുക, നിവിൻ പോളിയുടെ കാര്യത്തിലാണെങ്കിലും, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലാണെങ്കിലും, നമുക്കങ്ങനെ സത്യം പറയുന്ന കുറെ ആൾക്കാർ വേണം. അതിന് യാതൊരു കക്ഷി രാഷ്ട്രീയ താല്പര്യവും ഇല്ല. അതുകൊണ്ട് ഈ പറഞ്ഞ വൈറ്റ് സ്വാന്റെ സുഹൃത്തിനെ, സഹോദരിക്കും ബഹുമാനം അർപ്പിക്കുന്നു. അവരെങ്കിലും എന്നെ അങ്ങനെ സ്ഥാനാർത്ഥിയാക്കാൻ യോഗ്യനാണെന്ന് കണ്ടതിൽ എനിക്ക് സന്തോഷം. പക്ഷേ സ്ഥാനാർത്ഥിയാകില്ലെന്ന് മാത്രമല്ല, എനിക്കങ്ങനെ ഇലക്ടോറൽ പൊളിറ്റിക്സിൽ യാതൊരു താല്പര്യവും ഇല്ല. പോളിസികളിൽ ഇഷ്ടമാണ്, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി നയങ്ങളിലും നിലപാടുകളിലും ഇഷ്ടമാണ്. അതിന്റെ സോഷ്യൽ ആക്ടിവിസ്റ്റോ സോഷ്യൽ കമന്റേറ്ററോ ആയിട്ട് എന്നും നിലനിൽക്കുകയും ചെയ്യും. ജയ് ഹിന്ദ്.